UDF മഹാതരംഗം. ഇതിൽ കുറഞ്ഞൊരു വിശേഷണം ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിന് നൽകാനില്ല. UDF പ്രവർത്തകർക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും സന്തോഷകരമായ നിമിഷം ഇതാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അതിഭീമ വിജയങ്ങൾക്കും മുകളിൽ നിൽക്കുന്നതാണ് ഈ ഫലം. LDFന് എല്ലാ മേഖലകളിലും തിരിച്ചടിയുണ്ട്. NDAക്ക് നഗരങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രകടമായ ലക്ഷണങ്ങളെ സമ്മതിക്കുക മാത്രമേ ഇനി LDFന് വഴിയുള്ളൂ. 2026-ൽ സംസ്ഥാന ഭരണം പിടിക്കാൻ UDF ഒന്നുകൂടി അധ്വാനിച്ചാൽ സാധ്യമായേക്കും. 2010-ൽ UDFന് ഗ്രാമപഞ്ചായത്തുകളിൽ ഉണ്ടായിരുന്നതിന് സമാനമായൊരു മുന്നേറ്റമാണ് ഇത്തവണ ഉണ്ടായത്. 2010-ലെ UDFന്റെ ആ മുന്നേറ്റം 2011-ലെ UDF ഭരണത്തിലേക്ക് എത്തുന്നതും കേരളം കണ്ടു. പക്ഷേ 2 സീറ്റിന് മാത്രമാണ് ഉമ്മൻചാണ്ടി അത്തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. അതാണ് ഇത്തവണ UDFനുള്ള മുന്നറിയിപ്പ്. ഗ്രാമങ്ങളിൽ LDFന്റെ ആധിപത്യത്തിലുണ്ടായ വലിയ ഇടിവ് UDFന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. നഗരങ്ങളിൽ UDFനുണ്ടായ മേൽക്കൈക്ക് ഭീഷണി NDAയാണ്. രാജ്യത്തെങ്ങും BJP മുന്നേറ്റം ഉണ്ടാക്കുന്നത് നഗരങ്ങളിലാണ്. ഇവിടെ തിരുവല്ലയിലും പത്തനംതിട്ടയിലും ഒക്കെ NDAക്കുണ്ടായ മുന്നേറ്റം ശരിക്കും ഭയപ്പെടുത്തേണ്ടത് UDFനെയാണ്. നഗര കേന്ദ്രീകൃതമായ വോട്ടിലെ NDA ചായ്വാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഡിസൈനിങ് ഫാക്ടർ. കൊച്ചി കോർപ്പറേഷൻ വീണ്ടും UDF പിടിച്ചതും കോഴിക്കോട് കൊല്ലം കോർപ്പറേഷനുകളിൽ UDF ഉണ്ടാക്കിയ മുന്നേറ്റവും ഒരു വലിയ സൂചനയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. തദ്ദേശത്തിലെ UDF മഹാതരംഗം. UDFന് ഏറ്റവും അഭിമാനിക്കാവുന്ന, പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസമേകുന്ന വിജയമാണിത്. പ്രതിപക്ഷത്തെ നയിച്ച VD സതീശന് ഏറ്റവും ആത്മാഭിമാനത്തോടെ ഹൈക്കമാൻഡിന് മുന്നിൽ നിന്ന് ഈ ഫലം അവതരിപ്പിക്കാം. UDFൽ ഒരു നേതൃത്വ പ്രതിസന്ധി ഉണ്ടായിരുന്നുവെങ്കിൽ അതിനി തുടരുമെന്നും പറയാൻ കഴിയില്ല. എല്ലാം മാറ്റിക്കുറുക്കി VD സതീശനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനും മുകളിൽ നിന്ന് VD സതീശൻ തന്നെ UDFനെ നയിക്കും. ഏതു വിഷയത്തിലും VD സതീശൻ സ്വീകരിച്ച നിലപാട് കൂടിയാണ് ഇപ്പോ ജയിച്ചു നിൽക്കുന്നത്. രാഹുൽ മങ്കൂടത്തിൽ വിഷയത്തിൽ പോലും ഏറ്റവും ധാർമ്മികമായി VD സതീശൻ സ്വീകരിച്ച നിലപാടുണ്ട്. അടൂർ പ്രകാശും സണ്ണി ജോസഫും മാറിയും മറിഞ്ഞും തിരുത്തിയും ഒക്കെ നിന്നപ്പോൾ സതീശന് ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാ വിഷയത്തിലും ഒരൊറ്റ നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ. ആ നിലപാടുകളാണ് ഇത്തവണ ജനത അംഗീകരിച്ചത്. ഗ്രാമീണ ജനത ചേർന്നു നിന്നു എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന വോട്ടർമാരും അംഗീകരിക്കുന്നു എന്നാണ്. 2010-ൽ പോലും ഗ്രാമീണ വോട്ടുകളിൽ ഇത്ര ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ UDFന് കഴിഞ്ഞിരുന്നില്ല. സംസ്ഥാനത്തൊട്ടാകെ ഈ ഒരു തരംഗം, അതല്ലെങ്കിൽ ചായ്വ് വളരെ വ്യക്തമാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി 4 മാസം തികച്ചില്ല. മാർച്ച് 15ഓടുകൂടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏപ്രിലിൽ വോട്ടെടുപ്പ് നടത്തുന്നതാണ് സാധാരണ സംഭവിക്കാറുള്ളത്. പരമാവധി മെയ് ആദ്യം വരെ തിരഞ്ഞെടുപ്പ് നീളാം. ഏതാണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തിക്കഴിഞ്ഞു എന്നതാണ് സ്ഥിതി. അവിടെയാണ് UDF മഹാതരംഗം ഉണ്ടാക്കിയിരിക്കുന്നത്. NDAക്ക് നഗരങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട്. അത് നിയമസഭയിൽ പ്രതിഫലിക്കുമോ എന്ന് ഈ നിമിഷം ഇപ്പോ പറയാൻ കഴിയില്ലെങ്കിലും വസ്തുത ഇനിയും അവഗണിക്കാനാവില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമെന്ന് കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളായി BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ഈ മുന്നേറ്റമാണ് LDFനും UDFനുമുള്ള മുന്നറിയിപ്പ്. പന്തളത്തും പാലക്കാട്ടുമൊക്കെ തിരിച്ചടി നേരിട്ടെങ്കിലും നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും ഒക്കെ BJP ഇത്തവണ ഉണ്ടാക്കിയ മുന്നേറ്റം അതൊരു പാഠപുസ്തകം തന്നെയാണ്. 2-3 പതിറ്റാണ്ടായി മേൽക്കൈയുള്ള ഈ മേഖലയിൽ ഒരു പടി കൂടി കടന്നു നിൽക്കുകയാണ് BJP. കേരള നിയമസഭയിൽ വീണ്ടും അക്കൗണ്ട് തുറക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നിൽക്കുകയാണ്. ചില നഗരങ്ങളിലെങ്കിലും 20% വോട്ട് എന്ന ലക്ഷ്യം BJP മറികടന്നു. 20% വോട്ട് പിടിച്ചാൽ 30% നിയമസഭാ സീറ്റുകളിൽ നിർണായക കക്ഷിയാവുക എന്നാണ് അർത്ഥം. BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ഈ വെല്ലുവിളിയാണ് LDFനും UDFനുമുള്ള മുന്നറിയിപ്പ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചിരപരിചിതരല്ലാത്ത രാജീവ് ചന്ദ്രശേഖർ നയിച്ച തിരഞ്ഞെടുപ്പാണിത്. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലുമെല്ലാം രാജീവ് ചന്ദ്രശേഖറിന്റെ കർക്കശ ഇടപെടലുകളും ഉണ്ടായിരുന്നു. V മുരളീധരനും K സുരേന്ദ്രനും PK കൃഷ്ണദാസിനും ഒക്കെയും മുകളിലായി രാജീവ് ഫലം വന്നു നിൽക്കുകയാണ്. ഇതാണ് BJP ഈ തിരഞ്ഞെടുപ്പിൽ നൽകുന്ന സന്ദേശവും. നഗര കേന്ദ്രീകൃതമായ വോട്ടുകളിൽ രാജീവ് ചന്ദ്രശേഖർ പ്രഭാവം വ്യക്തമാണ്. അത് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിക്കുള്ള വോട്ടല്ല, എക്സിക്യൂട്ടീവ് നേതൃത്വത്തോടുള്ള നഗരങ്ങളുടെ ചായ്വാണ് അവയെല്ലാം വ്യക്തമാക്കുന്നത്. സുരേഷ് ഗോപിയെ തൃശൂരും E ശ്രീധരനെ പാലക്കാട്ടും കൊണ്ടുവന്ന ആ തന്ത്രമാണ് R ശ്രീലേഖയെ പോലുള്ളവരെ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കാൻ ധൈര്യം നൽകിയത്. അതാണ് ജയിച്ചു നിൽക്കുന്നതും.
LDF സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഭരണവിരുദ്ധ വികാരം നല്ല അസലായി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാം. അവസാന നിമിഷം 400 രൂപ വീതം പെൻഷൻ കൂട്ടിയിട്ടും അവസാനത്തെ ഗഡു കുടിശ്ശികയും നൽകിയിട്ടും അതൊന്നും ഈ വോട്ടിനെ സ്വാധീനിച്ചിട്ടേയില്ല. അടിസ്ഥാന ജനതയ്ക്ക് അസംതൃപ്തിയുണ്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പിരിമുറുക്കം ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളിലേക്കും എത്തുന്നുണ്ട്. കേന്ദ്രം അനുവദിക്കാത്തത് കൊണ്ടാണെങ്കിലും കേരളത്തിന് കിട്ടാത്തത് കൊണ്ടാണെങ്കിലും ഫലം ജനതയ്ക്കുണ്ടാകുന്ന കഷ്ടപ്പാടാണ്. പുതിയ തൊഴിൽ സാധ്യതകൾ ഉയർന്നു വരാത്തതും വലിയ പദ്ധതികളൊന്നും നടപ്പാകാത്തതുമൊക്കെയും ഈ ഫലത്തിൽ ദൃശ്യമാണ്. 10 വർഷം ഭരിച്ചൊരു സർക്കാരിന് വിരുദ്ധ വികാരം സ്വാഭാവികമാണ്. കേരളത്തിൽ ഇങ്ങനെ 10 വർഷം തുടർച്ചയായി ഏതെങ്കിലും ഒരു പാർട്ടി ഭരിച്ച ചരിത്രവുമില്ല. അപ്പോൾ അങ്ങനെ 10 വർഷത്തെ ഭരണത്തെ കൂടി വിലയിരുത്തുകയായിരുന്നു ജനത എന്ന് കരുതേണ്ടി വരും. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിന് എങ്ങും തൊടാതെയുള്ള ഉത്തരങ്ങളാണ് LDF നേതാക്കളിൽ ഭൂരിപക്ഷവും പറഞ്ഞത്. ഭരണത്തെ ജനം വിലയിരുത്തി എന്നല്ലാതെ ഈ ഫലത്തെക്കുറിച്ച് മറ്റെന്തു പറയാനാണ്? അങ്ങനെ ഒരു വിലയിരുത്തൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായി. തിരുവനന്തപുരത്തിന്റെ തെക്കേ അറ്റം മുതൽ കാസർഗോഡിന്റെ വടക്കേ അറ്റം വരെ അത് പ്രതിഫലിച്ചു. LDFന് അനുകൂലമായ ഒരു ഘടകം പോലും ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെന്ന് വേണം നമ്മൾ വിലയിരുത്താൻ. UDFന് ഇത്തവണ പ്രചാരണ രംഗത്തുണ്ടായിരുന്ന ഏക പ്രതിസന്ധി അത് രാഹുൽ മങ്കൂടത്തിൽ വിഷയം മാത്രമായിരുന്നു. പ്രചാരണത്തിന്റെ അവസാന 10 ദിവസം രാഹുൽ മങ്കൂടത്തിലായിരുന്നു വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. അത് പക്ഷേ തിരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലും ബാധിച്ചില്ലെന്നാണ് ഈ ഫലം കാണിക്കുന്നത്. UDFന്റെ മഹാവിജയത്തിലേക്ക് നയിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിച്ചു എന്ന് ചോദിച്ചാൽ തിരിച്ചടിച്ചു എന്ന് തന്നെയാണ് ഉത്തരം. ഗ്രാമങ്ങളിൽ മുഴുവൻ അമ്പലക്കള്ളന്മാർ എന്നു വിളിച്ചായിരുന്നു UDFന്റെ പ്രചാരണം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയം നേരിട്ട് പറയുന്ന പാട്ടുകളാണ് ഈ ദിവസങ്ങളിലെല്ലാം ഗ്രാമങ്ങളിൽ മുഴങ്ങിയത്. തൊഴിലില്ലായ്മയും സാമ്പത്തിക ഞെരുക്കവും ബുദ്ധിമുട്ടിലാക്കിയ ജനത്തിന് 400 രൂപയുടെ പെൻഷൻ വർധന ഒരൊട്ടും ആശ്വാസകരമായ കാര്യമേ ആയിരുന്നില്ല. അവരെ സ്വർണ്ണപ്പാളി കേസ് നന്നായി സ്വാധീനിച്ചു. CPI പോലും ഒരു ഘട്ടത്തിൽ CPIMനെ തള്ളിപ്പറഞ്ഞൊരു സ്ഥിതിയുണ്ടായി. PM ശ്രീ വിഷയത്തിലെ ആ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ സമയത്താണ് ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. മുന്നണിയിൽ തന്നെ അസ്വസ്ഥതകൾ ഉണ്ടെന്ന് അങ്ങനെ പുറത്തു വന്നു. വിഷയം വിട്ടുവീഴ്ചകളിലൂടെ പരിഹരിച്ചുവെങ്കിലും അസംതൃപ്തി നിലനിന്നിരുന്നു. ഇടതു കോട്ടകളെല്ലാം കടപുഴകിയത് അങ്ങനെ കൂടിയാണ്. 2010 ആവർത്തിക്കുമെന്ന UDF നേതാക്കളൊക്കെ പറഞ്ഞതാണ്. ഇത് പക്ഷേ 2010നും മുകളിൽ എത്തിയിരിക്കുന്നു. ഇനി UDFന്റെ ഹിമാലയം 2010 അല്ല, അതിനും മുകളിൽ എവറസ്റ്റായി 2025 നിലകൊള്ളുകയാണ്. ഇത് പുതിയൊരു ചരിത്രമാണ്. ഈ വിജയത്തിന്റെ നേരവകാശികൾ UDF ആണ്. കേരള ജനത നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നു. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം